guys and welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടുള്ളെ സ്കർട്ട് ആണ്. എന്ന് വെച്ചാൽ നെറ്റിന്റെ സ്കർട്ട് ആണ്. ഇതിപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്കർട്ട് ആണ്. ഇപ്പോൾ മിന്ത്രയിൽ ആമസോൺ എല്ലാത്തിലും നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഇത് ഡബിൾ ലെയർ ആയിട്ടാണ് നെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കുട്ടികൾക്ക് അത് മുതിർന്നവർക്ക് എല്ലാവർക്കും അടിപൊളി സ്റ്റൈൽ ചെയ്തിടാൻ പറ്റുന്ന ഒരു സ്കർട്ടാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ 3.5 മീറ്ററാണ് നെറ്റ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ലെയറാട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. നമുക്ക് 2 ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് ചെയ്യുന്നത്. പിന്നെ ലൈനിങ്ങും വരും. അങ്ങനെ 3 ലെയർ വരും ടോട്ടൽ. അപ്പോൾ നെറ്റിൻ്റെ 2 ലെയറാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഇന്നർ സർക്കിൾ കട്ട് ചെയ്യാം. പിന്നെ നെറ്റ് 4 മടക്കി വെച്ചിട്ട് നമ്മൾ ഇന്നർ സർക്കിൾ മെഷർ ചെയ്യാണ്. നോർമലായിട്ട് മെഷർ ചെയ്യുന്ന പോലെ തന്നെ 7 ഇഞ്ച് വെച്ചാണ് ഇന്നർ സർക്കിൾ നമ്മൾ മെഷർ ചെയ്യുന്നത്. നേരത്തെ ഞാനൊരു സ്കേർട്ട് കാണിച്ചതിൽ 6.5 ഇഞ്ചാണ്. ഞാൻ റൗണ്ട് ചെയ്തൊരു 7 ഇഞ്ച് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നത് അത് കൂടെ ഒരു 2 or 2.5 കൂട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. ഇനി ഔട്ടർ സർക്കിൾ മാർക്ക് ചെയ്യണം. ഔട്ടർ സർക്കിൾ 34 ആണ് എടുക്കുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് 27 + 7 ഇഞ്ച്. ഓക്കെ, 27 ഇഞ്ച് കൂടെ 27 ഇഞ്ച് കൂടെ നമ്മൾ ഇന്നർ സർക്കിളിൻ്റെ 7 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് 34 ഇഞ്ച് കിട്ടിയത്. അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഔട്ടർ സർക്കിളും ഇന്നർ സർക്കിളും മാർക്ക് ചെയ്തു. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഹാഫ് സർക്കിൾ കിട്ടും. 2 ലെയർ ആട്ടോ അത്. ഇനി നമുക്ക് അടുത്ത ലെയർ കട്ട് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഇവിടെ 2.5 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇന്നർ സർക്കിൾ ഔട്ടർ സർക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 2 ലെയർ ആട്ടോ വരുന്നത്. ഇനി നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഇന്നർ സർക്കിൾ ഔട്ടർ സർക്കിളും കട്ട് ചെയ്തിട്ട് ലൈനിങ് കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഇത് 1ാമത്തെ ലെയറായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡുകളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇത് 1ാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2ാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഇതൊന്നും എടുത്ത് മാറ്റാം. 2ാമത്തെ ലെയർ വയ്ക്കാം. അതും 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ 1ാമത്തെ ലെയറിൻ്റെ 2ാമത്തെ ലെയറിൻ്റെ നെറ്റിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ലൈനിങ്ങിൻ്റെ അടിവശം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. 2ാമത്തെ ലെയറിൻ്റെ സൈഡുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ലൈനിങ് ആണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ലൈനിങ്ങിൻ്റെ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നോർമലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ലൈനിങ് അടിവശം സ്റ്റിച്ച് ചെയ്തു, സൈഡും സ്റ്റിച്ച് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും വേസ്റ്റ് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഇത് നമ്മുടെ 1ാമത്തെ ലെയറാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വശത്തിലേക്ക് നമ്മൾ മറച്ചിടുകയാണ് ചെയ്യുന്നത്. നല്ല വശത്തോട്ട് ഇങ്ങനെ മറച്ചിട്ടു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2ാമത്തെ ലെയർ വയ്ക്കാം. 2ാമത്തെ ലെയർ വെച്ച് കൊടുക്കണം. അപ്പോൾ അതും നല്ല ഭാഗം വെച്ച് കൊടുക്കണം കേട്ടോ. മറച്ചിട്ടിട്ട് നല്ല ഭാഗം ഇതിൻ്റെ ഉള്ളിലൂടെ വെച്ച് കൊടുക്കണം. 2ാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് വേസ്റ്റ് ഒരുമിച്ച് വയ്ക്കാം. നമുക്ക് ലൈനിങ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭാഗം വേണം ലൈനിങ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ. മറിച്ചിട്ടിട്ട് നല്ല ഭാഗത്തെ ലൈനിങ് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് കൂടെ വെച്ച് കൊടുത്തു. എല്ലാത്തിൻ്റെ വേസ്റ്റും കൂടെ 3 എണ്ണത്തിൻ്റെ വേസ്റ്റും ഇതേ ഒരേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേസ്റ്റ് മാത്രം ഒന്ന് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. 2 നെറ്റും പിന്നെ ആ ലൈനിങ് കൂടെ കൂട്ടിയിട്ട് വേസ്റ്റിൻ്റെ എഡ്ജ് വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് വെച്ചിട്ട് എഡ്ജ് വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം സാറ്റിനൊക്കെ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റിൻ്റെ എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കൂടെ ഒരുമിച്ച് കണ്ടില്ലേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് തയ്ച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഇതേ 2 ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, 2 നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിട്ട് വെടുത്ത് വന്നിട്ട് 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എല്ലാതും 5 ഇഞ്ചാട്ടോ എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ മേലെ നെറ്റ് വെച്ച് കൊടുക്കുകയാണ്. 2 ലൈനിങ്ങിൻ്റെ മേലെ
ഇങ്ങനെ നെറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഒരു ലെയർ ഇപ്പോൾ നമ്മൾ ആ വെച്ച് കൊടുത്ത ആ ഒരു പെയർ മറ്റേ ഇതിൻ്റെ മേലെ കയറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ നെറ്റ് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിക്ക് ലൈനിങ് രണ്ടും മേലെ വരുന്ന രീതിക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തു. എന്നിട്ട് എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ 2 ബാൻഡും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നല്ല നീളത്തിലൊരു ബാൻഡ് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല നീളത്തിലൊരു ബാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് വശം കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ 2 സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാൻഡ് നമുക്ക് വേസ്റ്റിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വേസ്റ്റിൻ്റെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സൈഡും അതുപോലെ ബാൻഡിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സൈഡും, സ്കേർട്ടിൻ്റെ നല്ല വശവും ബാൻഡിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടതേ ഇങ്ങനെ നമുക്ക് എഡ്ജ് വശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ എഡ്ജ് വശം ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് വീതിക്കാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ 5 ഇഞ്ചൊക്കെ എടുത്തിട്ടില്ല, അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല വീതി കിട്ടും. അപ്പോൾ 1 ഇഞ്ചോളം വീതിക്കാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ എഡ്ജ് വശം ബാൻഡിൻ്റെ എഡ്ജ് വശം കൂടെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ വെള്ളം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഭാഗം വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഇതേ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. താഴത്തോട്ട് മേലെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിതേ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു എഡ്ജ് വശമല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തോളൂ. മറ്റേ എഡ്ജ് വശം ബാൻഡിൻ്റെ മറ്റേ എഡ്ജ് വശം ഇതേ 2ആയിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മളിതിലിടാൻ പോകുന്നത്. അപ്പോൾ ഒരു 1.25 ഇഞ്ച് വേണം കേട്ടോ. ഈ ഫോൾഡ് ചെയ്യുന്ന ആ ഫോൾഡിൻ്റെ വലിപ്പം ഒരു 1.25 ഇഞ്ചോളം വേണം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് വേസ്റ്റ് ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, അതിലൂടെ നമുക്ക് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ വേസ്റ്റിൽ ചുറ്റിയിട്ട് കറക്റ്റ് സൈസായിട്ട് കേട്ടോ ചുറ്റിയിട്ട് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇത് സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ സേഫ്റ്റി പിന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അല്ലെങ്കിൽ 2 എഡ്ജും കൂടെ പോവില്ലേ. ഇനി 2 എഡ്ജും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മളിതേ ഇലാസ്റ്റിക് ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മളൊരു ഗ്യാപ്പ് കിട്ടല്ലോ, ആ ഗ്യാപ്പും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്കേർട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയാം കേട്ടോ. അങ്ങനെ ഞാൻ അറിയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ. പിന്നെ നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ മുന്നേ തന്നിട്ടുള്ള അതേ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. So guys, thank you so much for watching. See you with the next video. Bye.